ഈ കഥ ഡോലക്പൂർ ഗ്രാമത്തിൽ നടന്നത്. ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പറവകൾ മരങ്ങളെല്ലാം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. അവിടെ പലവിധമായ മരങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ പലവിധമായ പറവകളും ഉണ്ടായിരുന്നു. അപ്പോ ഒരു മരം ഒരു കുരുവിയോട് പറഞ്ഞു, കുരുവിയെ, ഇത് കണ്ടോ, ഇന്ന് കാലാവസ്ഥ എത്ര നല്ലതാണെന്ന്. എനിക്കിന്ന് ഡാൻസ് കളിക്കാൻ വരെ തോന്നുന്നു. അപ്പൊ കളിച്ചോ? പക്ഷെ നിനക്ക് കളിക്കാൻ പറ്റില്ലല്ലോ, നിന്റെ കാല് തറയ്ക്ക് അടിയിലല്ലേ ഉള്ളത്. അപ്പൊ മരം വേഗം ഡാൻസ് കളിച്ചു. ആ ചമേലിയെ താഴേക്ക് തള്ളിയിട്ടു. ചമേലി, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, എന്നാലിപ്പോൾ നീ താഴെ വീണല്ലോ. നീ ഭ്രാന്തൻ, അഴുക്ക് പിടിച്ച മരമേ. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടേ ജീവിച്ചുകൊണ്ടിരുന്നു. അവിടെ പപ്പായ മരത്തിന്റെ തോട്ടവും ഉണ്ടായിരുന്നു. അവിടെയും ഒരുപാട് പക്ഷികൾ ജീവിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. അവിടെ വലിയൊരു പപ്പായ മരം ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും വളരെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഏതെങ്കിലും പക്ഷികൾക്ക് എന്തെങ്കിലും താമസിക്കാൻ സ്ഥലം വേണമെങ്കിൽ അവരവിടെ ഉണ്ട പപ്പായ മരത്തിന്റെ വീട്ടിലാണ് താമസിക്കുക. ആ ഉണ്ട പപ്പായ മരം വളരെ നല്ലത്. ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ തീർച്ചയായും സഹായിക്കും. അപ്പൊ ഒരു ദിവസം കാക്ക അതിനോട് പറഞ്ഞു, വലിയ പപ്പായ മരമേ, എന്റെ വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട്. ഞാൻ എല്ലാവരെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടെ. കുറച്ചു നേരത്തെ കാര്യമേ ഉള്ളൂ. പ്ലീസ്, കുറച്ചു നാളത്തേക്ക് നിങ്ങളുടെ വീട് വാടകയ്ക്ക് തരൂ. എടുത്തോളൂ. എന്നാൽ നീ വീട് അശുദ്ധപ്പെടുത്തരുത്, കേട്ടല്ലോ. ആ പപ്പായ മരം കാക്കയ്ക്ക് വേണ്ടി കുറച്ചു ദിവസം ആ വീട് കൊടുത്തു. സ്വന്തക്കാരും വന്നു. അത് കഴിഞ്ഞ് അവരെല്ലാവരും പുറപ്പെട്ടും പോയി. പക്ഷെ കാക്കയുടെ സ്വന്തക്കാർ ആ വീടിനെ എത്രത്തോളം നശിപ്പിച്ചിട്ട് പോയെന്നോ. അത് കണ്ടതും ആ വലിയ പപ്പായ മരത്തിന് ദേഷ്യം വന്നു. നീ എല്ലാം വൃത്തികേടായിട്ടാണല്ലോ നോക്കുന്നത് കാക്കേ. നീ എന്റെ വീട് മുഴുവനും അശുദ്ധമാക്കി. നീ തന്നെ അതെല്ലാം ശുദ്ധീകരിച്ചോളൂ. എന്റെ ഇവിടത്തെ ജോലി തീർന്നു. പിന്നെ എന്തിന് ഞാൻ ഇതെല്ലാം ചെയ്യണം? അത് കേട്ടതും ആ വലിയ പപ്പായ മരത്തിന് വളരെ വിഷമം തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിൽ മഴക്കാലവും വന്നെത്തി. എല്ലാ പറവകൾക്കും അവരവർക്കൊരു കൂടുണ്ടായിരുന്നു. പക്ഷേ കാലവിനും ഒരു കുരുവിക്കും മാത്രം വീടുണ്ടായിരുന്നില്ല. പാവം ചമേലിക്കുരുവി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ കൂടുണ്ടാക്കാൻ അതിന് ഒരു സാധനവും കിട്ടിയില്ല. പക്ഷെ ചമേലിക്കുരുവി വളരെ നല്ലവളാണ്. പപ്പാളി ചേട്ടാ, ഞാൻ നിന്റെ വീട്ടിലിരുന്നോട്ടെ? മഴ വളരെ കൂടുതലാണ്, എന്റെ കുഞ്ഞുങ്ങളും നനയുന്നുണ്ട്. ശരി ചമേലി, ഇരുന്നോളൂ. എന്നാൽ ശുചിത്വം പാലിക്കണം. ആ കറുത്ത കാക്കയും ഇവിടെ താമസിച്ചിരുന്നു. എന്നാൽ അത് വീട് മുഴുവനും നശിപ്പിച്ചിട്ടാ പോയത്. അങ്ങനെ കുറച്ചു നേരം വരെ കാലവും മഴയിൽ തന്നെ നനഞ്ഞുകൊണ്ടിരുന്നു. അതിനിപ്പോ തണുക്കാനും തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞത് വലിയ പപ്പായ മരത്തിനടുത്ത് വന്നു. പപ്പായ മരമേ, പപ്പായ മരമേ, എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റൂ. ഞാൻ ഈ തണുപ്പത്തല്ലെങ്കിൽ ചത്തുപോകും. പറ്റില്ല കറുത്ത കാക്കേ, നിന്നെ പോലെയുള്ള ആളുകൾക്ക് എന്റെ വീട്ടിൽ സ്ഥലമില്ല. ഇവിടെ ചമേലിയും അവളുടെ കുഞ്ഞുങ്ങളും താമസിക്കുന്നു. നിനക്കിവിടെ സ്ഥലമില്ല, പൊയ്ക്കോളൂ. കാലു കാക്ക ഇത് കേട്ടതും വളരെ വിഷമത്തോടെ പോയി. കുറച്ച് ദിവസങ്ങളിൽ മഴയും നിന്നുപോയി. അത് കഴിഞ്ഞ് എല്ലാ പറവകളും അവരവരുടെ സ്ഥലത്തേക്ക് പോയി. ഇപ്പോ സാഹചര്യവും വളരെ നല്ലതായിരുന്നു. ചില നാളുകൾക്ക് ശേഷം ആ കാട്ടിലേക്ക് 2 ഭയങ്കരമായ കഴുകുകൾ വന്നു. അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. മരത്തിലുള്ള പഴങ്ങളും അത് തള്ളിയിടും. അവർ രണ്ടുപേരും ഒരുപാട് പക്ഷികളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇപ്പൊ അത് വലിയ പപ്പായ മരത്തിന്റെ പപ്പായ നശിപ്പിക്കാൻ വന്നിരുന്നു. തടിച്ച പപ്പായ മരമേ, നിനക്ക് മാത്രം രക്ഷപ്പെടണോ? നിന്റെ ഫലങ്ങളും നാശമാകാൻ പോകുന്നു. പിന്നെ നീ എങ്ങനെ ജീവനോടെ ഇരിക്കാനാണ്? വേണ്ട വേണ്ട, എന്നെ കൊന്നുകളയല്ലേ. എന്റെ ഫലങ്ങൾ നീ നശിപ്പിക്കരുത്. ഞാൻ ഇവിടെയുള്ള പക്ഷികൾക്ക് താമസിക്കാൻ വീട് നൽകുന്നു. ഞാനില്ലാതെയായാൽ ഒരുപാട് പക്ഷികൾക്ക് വീടില്ലാതെയാകും. അതിനുവേണ്ടി ഞാനിപ്പോൾ എന്തു ചെയ്യാനാ? എന്റെ ജോലി തന്നെ എല്ലാം നശിപ്പിക്കുന്നതാണ്. ഈ കാട്ടിൽ എന്നെ കണ്ടാൽ എങ്ങനെ പേടിക്കുമെന്നറിയാമോ? എല്ലാ പക്ഷികളെയും ഞാൻ കൊന്നു തിന്നും. കുറച്ചു നേരത്തിൽ ചമേലി അവിടെ പറന്നുകൊണ്ടേ വന്നു. അപ്പൊ അത് കണ്ടു. ആ കഴുക് വലിയ പപ്പായ മരത്തിന് കഷ്ടം കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അത് വേഗത്തിൽ അവിടേക്ക് പോയി. ഈ മോശമായ കഴുകേ, ആ പപ്പായ മരം വിട്ട് ദൂരെ പോ. അദ്ദേഹത്തിന് ഒരു ശല്യം കൊടുക്കല്ലേ. ഒരുപക്ഷെ നീ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയാൽ നീ എന്റെ കൂടെ വഴക്കിടണം നോക്കിക്കോ. ഏയ് ചിട്ടുക്കുരുവി,
നീ എന്നെ എന്ത് ചെയ്യാനാണ്? ഈ പപ്പായ മരത്തിന് ഞാൻ ഉറപ്പായും നശിപ്പിക്കും. അങ്ങനെങ്കിൽ വാ വഴക്കിന്. ചമേലിക്കും ആ കഴുകനും വഴക്കുണ്ടാവാൻ തുടങ്ങി. അപ്പൊ ചമേലി കാടിന്റെ വേറൊരു ഭാഗത്ത് ആ കഴുകിനെ കൊണ്ടുപോയി. വേട്ടക്കാർ എവിടെയാണ് വലയിട്ട് വെച്ചത് അവിടെ. അപ്പൊ ആ കഴുക് ചമേലി എവിടെ പോകുന്നു അവിടെ പിന്തുടർന്ന് പോയി. അപ്പൊ ചമേലി ആ വല എവിടെയാണോ അതിന്റെ അടുത്തുകൂടെ പോയി. അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തോട്ട് പോയി. പക്ഷെ കഴുകിന്റെ വേഗം കൂടുതലായതുകൊണ്ട് അതിന് മറ്റൊരു ഭാഗത്ത് പറക്കാൻ കഴിഞ്ഞില്ല. അവിടെയുണ്ടായിരുന്ന വലയിൽ അത് പെട്ടുപോയി. അത് കഴിഞ്ഞ് വേട്ടക്കാരൻ ആ കഴുകിനെ അവനോടൊപ്പം കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ചമേലിക്കുരുവി വീണ്ടും ആ വലിയ പപ്പായ മരത്തിനടുത്തേക്ക് പോയി. ചമേലി, നിനക്ക് ഒരുപാട് നന്ദി. നീ വളരെ നല്ലവളാ. നീ നിന്റെ ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിച്ചിരിക്കുന്നു. അതൊന്നും സാരമില്ല പപ്പായ മരമേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയൂ. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ സമ്മതിക്കോ? പിന്നെ ചമേലി, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും അതെന്നോട് ചോദിക്കാം. നിന്റെ എല്ലാ കഷ്ടപ്പാടും ഞാൻ അകറ്റാം. ഇല്ല, എനിക്ക് ഒരു കഷ്ടവുമില്ല. പിന്നെ പപ്പായ മരമേ, ഞാനിപ്പോ എനിക്ക് വേണ്ടി കൂട് പണിയാൻ കോലെടുക്കാൻ പോകുന്നു. എന്തെന്നാൽ വീണ്ടും മഴ വരാൻ പോകുന്നു. ഏയ് ചമേലി, നിനക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ ആഗ്രഹമില്ലേ? ഇന്നു മുതൽ എന്റെ വീട് നിന്റെ വീടായി മാറാൻ പോകുന്നു. അയ്യോ പപ്പായ മരമേ, നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അതെ, നീ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണമല്ലോ. ഇന്നു മുതൽ ഈ വീട് നിന്റെ സ്വന്തം വീടാ. മഴ വന്നാലും വെയില് വന്നാലും എന്ത് ശല്യം വന്നാലും നിനക്കിവിടെ ഇരിക്കാം. ഇനി മുതൽ ഈ വീട് നിന്റെയും വീടാ. ഈ വീട്ടിലേക്ക് ഇനി ആരും തന്നെ വരില്ല. ഈ വീട് നിനക്ക് വേണ്ടി മാത്രമാ. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ എന്റെ വലിയ പപ്പായ ചെറിയച്ഛൻ. ആ, അങ്ങനെ തന്നെ കരുത്. അത് കഴിഞ്ഞ് വലിയ പപ്പായ മരവും ചമേലിയും ഒരുമിച്ചാണ് ജീവിച്ചത്. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. ചമേലി അവളുടെ കുട്ടികളെയും അവിടേക്ക് കൊണ്ടുപോയി. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കിയെന്നോ? നമ്മൾ ആർക്ക് എന്ത് ചെയ്യുന്നോ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് തന്നെ സംഭവിക്കും. പക്ഷെ നമ്മൾ നാശം ചെയ്താലോ? നമുക്കും നാശം തന്നെ സംഭവിക്കും. ഗ്രീൻലാൻഡ് കാട്ടിലെ മനോഹരമായ ഒരു പകൽ. മൃഗങ്ങൾ എല്ലാവരും ചിരിച്ചും കളിച്ചും സന്തോഷിക്കുന്നു. മിട്ടുവും മൈനയും അവരുടെ 2 കുട്ടികളും മറ്റു പക്ഷികളോടൊപ്പം ഇതെല്ലാം ആസ്വദിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്കൊരു അമ്പ് പാഞ്ഞെത്തി. അതൊരു മരത്തിൽ തറച്ചു. പിന്നാലെ 2 അമ്പുകൾ കൂടി വന്നു. അതിലൊന്ന് മണ്ണിലും ഒന്ന് ഒരാപ്പിളിലും തറച്ചു. ഓടിക്കോ, ഏതോ വേട്ടക്കാരൻ വരുന്നെന്ന് തോന്നുന്നു. മൃഗങ്ങൾ എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി. പക്ഷികൾ പറന്നു പോകാനും തുടങ്ങി. അപ്പോൾ വീണ്ടും ഒരു അമ്പ് പാഞ്ഞു വന്ന് അത് മിട്ടുവിന്റെ ഒരു ചിറകിൽ തറച്ചു. മിട്ടു താഴേക്ക് വീണു. മിട്ടു, അയ്യോ! മൈന കരഞ്ഞുകൊണ്ട് മിട്ടുവിനടുത്തേക്ക് ചെന്നു. അയ്യോ, ഇതെന്ത് പറ്റി മിട്ടു? എന്റെ ചിറകിൽ താങ്ങി പറക്കാൻ ശ്രമിക്കൂ. ഇത് കേട്ട മിട്ടു മൈനയുടെ ചിറകിൽ പിടിച്ചു. പക്ഷേ മൈന പറക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവഴി വേട്ടക്കാരൻ വരുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് മൈന തന്റെ സർവ്വശക്തിയും എടുത്ത് മിട്ടുവിനെ താങ്ങിയെടുത്ത് പറക്കാൻ ശ്രമിച്ചു. മുറുകെ പിടിച്ചോണേ മിട്ടു. ഇങ്ങനെ പറഞ്ഞ് മൈന വേഗത്തിൽ ചിറകടിക്കാൻ തുടങ്ങി. പക്ഷെ അധികം ഉയരാൻ മൈനയ്ക്ക് കഴിഞ്ഞില്ല. വേട്ടക്കാരൻ അടുത്തു വരുന്നത് മിട്ടു കണ്ടു. ഇങ്ങനെയാണെങ്കിൽ മൈനയെയും അയാൾ പിടിക്കും. അതിനാൽ മനഃപൂർവ്വം മിട്ടു മൈനയുടെ ചിറകിൽ നിന്ന് പിടിവിട്ടു. എന്നിട്ട് താഴെ വീണു. മിട്ടു, അയ്യോ! മൈന കരഞ്ഞു. അപ്പോൾ വേട്ടക്കാരൻ മൈനയ്ക്ക് നേരെയും ഒരമ്പയച്ചു. മൈന രക്ഷപ്പെടാനായി ഒരു മരച്ചില്ലയിൽ ഒളിച്ചു. നീ ഒരു മിടുക്കനാണ് ഹിമാൻഷു. ഒരു പച്ച തത്ത, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. അയാൾ മിട്ടുവിനെ എടുത്തു. മിട്ടുവിന്റെ മുറിവിലേക്ക് നോക്കി. ചെറിയ മുറിവാണ്. ഇതിനെ കൂട്ടിലടയ്ക്കാം. മുറിവുണങ്ങുമ്പോൾ ഈ തത്ത എന്റെ ജാതകം തന്നെ മാറ്റും. മിട്ടുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മമ്മി, ഇയാൾ പപ്പയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ വീട്ടിലിരുന്നോളൂ മക്കളെ, ഞാൻ നോക്കിക്കോളാം ഇയാൾ മിട്ടുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്.
ഹിമാൻഷു മിട്ടുവിനെയും എടുത്ത് തന്റെ വീട്ടിലേക്ക് നടന്നു. മൈനയും അയാളുടെ പിന്നാലെ പറന്ന് പറന്ന് അവിടെ എത്തി. അയാൾ മിട്ടുവിനെ ഒരു കൂട്ടിലടച്ചു. എന്നിട്ട് തന്റെ വീടിന് മുന്നിൽ തൂക്കിയിട്ടു. അയാൾ മറ്റേതോ പണിയിൽ ഏർപ്പെടുന്നത് മൈന കണ്ടു. മൈന മിട്ടുവിന്റെ അടുത്തേക്ക് ചെന്നു. മൈന, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? പൊയ്ക്കോളൂ. നിന്നെ കണ്ടാൽ അയാൾ നിന്നെയും പിടിക്കും. എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. മൈന കൂട് തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. വേട്ടക്കാരൻ പെട്ടെന്ന് മിട്ടുവിന്റെ അടുത്തേക്ക് വന്നു. ഇത് കണ്ട് മൈന പെട്ടെന്ന് അവിടെ നിന്ന് ദൂരേക്ക് പറന്നു. ഹിമാൻഷു മിട്ടുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഭാഗ്യത്തിന്റെ പൂട്ടിനി തുറക്കും. എന്റെ കല്യാണം കഴിഞ്ഞതോടെ എനിക്ക് കഷ്ടകാലമായിരുന്നു. അതുകൊണ്ട് എന്റെ ഭാര്യയെ ഞാൻ പറഞ്ഞയച്ചു. എന്നിട്ടും എനിക്ക് നല്ല കാലം വന്നില്ല. മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് ഈ തത്തയെ സരസ്വതി ദേവിക്ക് ബലി നൽകി പ്രസാദിപ്പിക്കും. അങ്ങനെ എന്റെ കഷ്ടകാലം അതോടെ മാറുകയും ചെയ്യും. ഇത് കേട്ട് മിട്ടുവും മൈനയും നന്നായി പേടിച്ചു. ഇയാൾ മിട്ടുവിനെ ബലി കൊടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ എങ്ങനെ അവനെ രക്ഷിക്കും? മൈന ചിന്തിച്ചു. പെട്ടെന്നവൾ വലിയ പപ്പായ മരത്തെക്കുറിച്ച് ഓർത്തു. പെട്ടെന്ന് തന്നെ മൈന പപ്പായ മരത്തിനടുത്തെത്തി നടന്നതെല്ലാം പറഞ്ഞു. സരസ്വതി ദേവിയെ പ്രസാദിപ്പിക്കാൻ തത്തയെ ബലി കൊടുക്കുമെന്നോ? ഈ മനുഷ്യൻ എന്തൊരു അന്ധവിശ്വാസിയാണ്. പപ്പായ മരമേ, നമ്മൾ മിട്ടുവിനെ എങ്ങനെ രക്ഷിക്കും? ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടെ എത്തിയത്. അവൻ എന്തെങ്കിലും പറ്റിയാൽ ഞാനും മക്കളും എന്തു ചെയ്യും? ആ അന്ധവിശ്വാസിയിൽ നിന്നും മിട്ടുവിനെ രക്ഷിക്കണമെങ്കിൽ അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരണം. ഞാൻ ചില മായകൾ പ്രയോഗിക്കാം. പിന്നെ ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് അവൻ കരുതിക്കൊള്ളും. അയാൾ ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ, അതിന് ഞാൻ പരിഹാരമുണ്ടാക്കാം. പപ്പായ മരമേ, നീ മനുഷ്യർക്കായി നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പ്രവൃത്തികൾ വളരെ നല്ലതാണ്. അയാളെ ഇവിടെ എന്റെ അടുത്ത് എത്തിക്കാൻ ഒരു വഴി തെളിയുന്നുണ്ട്. അതെന്തു വഴിയാണ് പപ്പായ മരമേ? എന്റെ മരത്തിൽ നിന്ന് ഒരു ഇല നീ പറിച്ചെടുക്ക്. എന്നിട്ട് അത് അയാളുടെ വീട്ടിൽ കൊണ്ടിടണം. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് എന്തു പറഞ്ഞാലും എന്റെ ശബ്ദം ആ പപ്പായ ഇല വഴി അയാളിലേക്ക് എത്തും. ഇത് കേട്ട് മൈന അങ്ങനെ തന്നെ ചെയ്തു. അവൾ ഒരു പപ്പായ ഇല കൊത്തിയെടുത്തു. എന്നിട്ട് ഹിമാൻഷുവിന്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്നിട്ടു. മൈന, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ സമാധാനമായിരുന്നു കണ്ടോളൂ. അപ്പോൾ പപ്പായ ഇല സംസാരിക്കുവാൻ തുടങ്ങി. ഹിമാൻഷു, ഹിമാൻഷു, ചേടാ, ഇത് ആരുടെ ശബ്ദമാണ്? ആരാണവിടെ? ഞാൻ കുബേര മഹാരാജാവാണ് സംസാരിക്കുന്നത്. നിനക്ക് നിന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം വലിയ പപ്പായ മരത്തിന്റെ അടുത്തെത്തണം. അല്ലെങ്കിൽ നിനക്ക് സർവനാശം സംഭവിക്കും. വലിയ പപ്പായ മരമോ? അതെവിടെയാണ്? ഈ കാട്ടിൽ തന്നെ തടാകത്തിനടുത്ത് ഒരു പപ്പായ മരമുണ്ട്. അവിടെ നിനക്ക് നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ലഭിക്കും. ഇത് കേട്ട് ഹിമാൻഷുവിന് സന്തോഷമായി. അപ്പോൾ തന്നെ അയാൾ തടാകത്തിനടുത്തേക്ക് പോയി. മൈനയും മക്കളും മറ്റ് മൃഗങ്ങളോടൊപ്പം മറഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ചിലപ്പോ ഇതായിരിക്കും ആ വലിയ പപ്പായ മരം. അപ്പോൾ പപ്പായ മരം തന്റെ ജാലവിദ്യകൾ കാണിക്കുവാൻ തുടങ്ങി. അതിലുണ്ടായിരുന്ന പപ്പായ ഇലകളെല്ലാം ചന്ദ്രനെ പോലെ തിളങ്ങുവാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട് ഹിമാൻഷുവിന്റെ കണ്ണുകൾ വിടർന്നു. അപ്പോൾ പപ്പായ മരം ഒരു ദേവിയുടെ ശബ്ദത്തിൽ പറഞ്ഞു, ഹിമാൻഷു, ഞാൻ സരസ്വതി ദേവിയാണ്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വന്നതാണ്. ഇത് കേട്ടതും ഹിമാൻഷു തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദേവി, നിങ്ങൾ അവസാനം എന്റെ വിളി കേട്ടു. നിങ്ങളെ പ്രസാദിപ്പിക്കുവാനായി ഞാൻ തത്തയെ ബലി നൽകുവാൻ പോവുകയായിരുന്നു. ദയവായി അത് സ്വീകരിക്കണം. വിധി, ആ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. നിന്നോട് ഈ മാർഗം പറഞ്ഞു തന്ന മന്ത്രവാദി ഒരു മണ്ടനാണ്, തിരുമണ്ടൻ. ഒരു പാവം പക്ഷിയെ ബലി നൽകിയാൽ ഞാൻ എങ്ങനെ പ്രസാദിക്കുമെന്നാണ് നീ കരുതുന്നത്? എങ്കിൽ ദേവി, നിങ്ങൾ തന്നെ പറയൂ, ഞാൻ എങ്ങനെ ദേവിയെ പ്രസാദിപ്പിക്കും? എന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? നീ നിന്റെ ഭാര്യയുടെ ഹൃദയം തകർത്തു, അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇവിടെ വന്ന് ഒരു തത്തയെ പിടിച്ച് അതിനെ കൊല്ലുവാനും നോക്കുന്നു. ആദ്യം നീ ആ തത്തയെ തുറന്നു വിടണം.
അവൻ അവന്റെ കുടുംബത്തെ കാണും, നിന്നെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞ് നഗരത്തിൽ ചെന്ന് നിന്റെ ഭാര്യയോട് മാപ്പ് ചോദിച്ച് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് വീണ്ടും ജോലി ചെയ്യണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ ഫലം നീ കാണും. നിന്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കുകയും ചെയ്യും. ശരി ദേവി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ദേവിക്ക് വന്ദനം, ദേവിക്ക് വന്ദനം. ഹിമാൻഷു പറയുന്നത് കേട്ട് മൃഗങ്ങൾ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ തന്റെ വീട്ടിലേക്ക് ചെന്നു. മിട്ടുവിനെ സ്വതന്ത്രനാക്കി. ഇനി ഞാൻ നഗരത്തിൽ ചെന്ന് എന്റെ ഭാര്യയോട് ക്ഷമ ചോദിച്ച് അവളെ തിരികെ വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് നന്നായി പണിയെടുത്ത് ദേവിയെ പ്രസാദിപ്പിക്കും. ആ, ഇത് പറഞ്ഞ് ഹിമാൻഷു അവിടെ നിന്നും പോയി. മിട്ടു സന്തോഷത്തോടെ പപ്പായ മരത്തിനടുത്തെത്തി. മൃഗങ്ങളും മൈനയും മക്കളും അവിടെ മിട്ടുവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മിട്ടുവിനെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. പപ്പായ മരമേ, വളരെ വളരെ നന്ദി. നിങ്ങൾ കാരണം എന്റെ കുടുംബം വീണ്ടും ഒന്നായി. അല്ലെങ്കിൽ അയാൾ എന്നെ ഈ സമയം ദേവിക്ക് ബലി നൽകിയേനെ. ഈ പപ്പായ മരം ഇവിടെ നിങ്ങളോടൊപ്പമുള്ള കാലം വരെ ഈ കാട്ടിലെ ഒരു മൃഗത്തിനും പക്ഷിക്കും ഒന്നും സംഭവിക്കുകയില്ല. ഇതെന്റെ വാക്കാണ്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. മിട്ടുവും മൈനയും അവരുടെ മക്കളോടൊപ്പം സന്തോഷം പങ്കിട്ടു. അങ്ങനെ വലിയ പപ്പായ മരം വീണ്ടും കാട്ടിലെ മൃഗങ്ങളുടെ രക്ഷകനായി. സുന്ദരവനത്തിൽ നടന്ന ഒരു കാട്ടിലെ കഥയാണിത്. അവിടെ മോട്ട പപ്പായ താമസിച്ചിരുന്നു. മോട്ട പപ്പായ വളരെ നല്ലവനായിരുന്നു. മോട്ട പപ്പായയുടെ ഈ ഒരു സ്വഭാവത്തെ കാട്ടിലെ പക്ഷികൾ ദുരുപയോഗം ചെയ്തിരുന്നു. മോട്ട പപ്പായയ്ക്ക് ആരും സുഹൃത്തുക്കളുണ്ടായിരുന്നില്ല. അവൻ സുന്ദരി മൈനയെ തന്റെ സുഹൃത്തായാണ് കണ്ടിരുന്നത്. ഒരു ദിവസം സുന്ദരി മൈന അവന്റെ അടുത്തു വന്നു. മോട്ട പപ്പായ, എനിക്ക് നന്നായി വിശക്കുന്നു. ഞാൻ നിന്റെ ഫലങ്ങൾ കഴിച്ചോട്ടെ? എന്റെ പൊന്നു മൈന, ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നിനക്കെപ്പ വേണമെങ്കിലും എന്റെ പഴങ്ങൾ വന്ന് കഴിക്കാലോ. നീ എന്റെ സുഹൃത്തല്ലേ. പക്ഷേ ദയവായി നീ എന്നോട് എപ്പോഴും സംസാരിക്കാൻ വരണം. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു. ഹാ, പിന്നെന്താ, ഞാൻ വന്നോളാം. മോട്ടു പപ്പായ, നീ വളരെ നല്ലവനാണ്. സുന്ദരി മൈന മോട്ട പപ്പായയുടെ ഫലങ്ങൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ അതവിടെ നിന്ന് പോയി. സുന്ദരി മൈന കുറച്ചു ദിവസത്തേക്ക് അങ്ങോട്ട് വന്നില്ല. മോട്ട പപ്പായ അവക്കു വേണ്ടി കാത്തിരുന്നു. പിന്നെ സങ്കടപ്പെടാനും തുടങ്ങി. എന്റെ സുഹൃത്ത് മൈനയെ കുറെ നേരമായി കാണാനില്ലല്ലോ. അവൾക്ക് എന്തു പറ്റിയെന്തോ. കുറച്ചു കഴിഞ്ഞപ്പോ സുന്ദരി മൈന വീണ്ടും അങ്ങോട്ട് വന്നു. മോട്ട പപ്പായയ്ക്ക് സുന്ദരി മൈനയെ കണ്ട് ഒത്തിരി സന്തോഷമായി. മൈനെ, നിനക്കെങ്ങനെയുണ്ട്? കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. ഞാൻ പുറത്ത് കറങ്ങാൻ പോയതാ. എനിക്ക് നന്നായി വിശക്കുന്നു. ഫലങ്ങൾ കഴിച്ചോട്ടെ. ഞാൻ എന്റെ കുട്ടികൾക്കും കൊണ്ടുപോകുന്നുണ്ട്. എന്ത്? നിന്റെ കല്യാണം കഴിഞ്ഞെന്നോ? പക്ഷെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? പറഞ്ഞോ നീ കല്യാണത്തിന് വരൂ. നീ ഒരു മരമാണ്, അത് നീ മറക്കരുത്. നിനക്കൊരു സ്ഥലത്ത് മാത്രം നിൽക്കാൻ പറ്റൂ. മോട്ട പപ്പായയ്ക്ക് ഇത് കേട്ടിട്ട് ഒത്തിരി ദേഷ്യം വന്നു. മൈനെ, ഇന്ന് വരെ ഞാൻ നിന്നെ സുഹൃത്തായാണ് കരുതിയത്. പക്ഷെ നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്റെ അടുത്തേക്ക് വരുന്നത്. ഇന്നു മുതൽ ഞാൻ നിന്നോട് കൂട്ടില്ല. ഇന്നു മുതൽ നീ എന്റെ പഴം കഴിക്കാനും വരണ്ട. സുന്ദരി മൈന ഇത് കേട്ട് അവിടുന്ന് പിണങ്ങിപ്പോയി. അങ്ങനെയൊരു ദിവസം വേറൊരു കാട്ടിൽ നിന്ന് ഒരു കുഞ്ഞു പക്ഷി ഈ കാട്ടിലേക്ക് വന്നു. അവൾക്ക് ആ കാട്ടിൽ ഒരു കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. കാട്ടിൽ ചെറുതായി തണുപ്പു തുടങ്ങിയിരുന്നു. ഒരു ദിവസം നീലുതത്ത കാട്ടിലേക്ക് വന്നു. എന്നിട്ടോ മോട്ട പപ്പായയുടെ അനുവാദമില്ലാതെ അവന്റെ കൂട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതേ, പുറത്തുപോ. ആരാ നീ? എന്റെ സമ്മതമില്ലാതെ നിനക്ക് ഈ കൂട്ടിൽ താമസിക്കാൻ പറ്റില്ല. മിണ്ടാതിരിക്കെ, ഞാനിവിടെ താമസിക്കാനൊന്നും പോകുന്നില്ല. നീ ഇനിയെങ്ങാനും എന്നെ തടയാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അത് നിന്റെ നല്ലതിനാവില്ല. അപ്പോ അതുവഴി കുഞ്ഞു പക്ഷി പറന്നു വന്നു. മോട്ട പപ്പായ വളരെ സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ടു. തത്തേ, നീ പുറത്തു വാ. നീ ഇങ്ങനെ അനുവാദമില്ലാതെ താമസിക്കാൻ പാടില്ല. നീ ഈ കൂട്ടിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നില്ലെങ്കിൽ ഞാൻ ഈ കാട്ടിലുള്ള എല്ലാ പക്ഷികളെയും കൊണ്ടുവന്ന് നിന്നെ കൊത്തി പുറത്തു ചാടിക്കും. നീലുതത്ത പെട്ടെന്ന് കൂടിന് പുറത്തു വന്നു. നീ ആരാ? ഒന്നും പറയുന്നില്ലല്ലോ. നീയും ഇതുപോലെ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നീലു ഒന്നും പറയാതെ അവിടെ നിന്നും പോയി. നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് കുഞ്ഞു പക്ഷി. നിന്നെ ഈ കാട്ടിൽ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ കുറച്ചു ദിവസം മുന്നെയാണ് വന്നത്. എനിക്ക് കൂടുണ്ടാക്കാൻ ചില്ലകൾ നോക്കി വന്നതാണ്. അപ്പോഴാണ് നിന്നെ ആരോ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടത്. അപ്പോ ഞാൻ നിന്നെ സഹായിക്കാൻ വന്നു. നീ കൂടുണ്ടാക്കാനാ ശ്രമിക്കുന്നതെങ്കിൽ ദേ ഈ കൂട്ടിൽ താമസിച്ചോളൂ. ഇല്ല, എന്റെ വീട് ഞാൻ സ്വയം ഉണ്ടാക്കും.
നിങ്ങൾ വിഷമിക്കണ്ട. അതൊന്നും കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ സഹായിച്ചത് നിങ്ങൾക്ക് ബാധ്യതയാകാനല്ല. ഏയ് ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിക്കിളി ഈ കൂട്ടിൽ താമസിച്ചോളൂ. പ്ലീസ്, ഞാനിങ്ങനെ പറഞ്ഞത് എന്റെ അഹങ്കാരമാണെന്ന് വിചാരിക്കരുതേ. എനിക്ക് വീട് പണിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നോളാം. കുഞ്ഞി പക്ഷി ഇങ്ങനെ പറഞ്ഞ് അവിടുന്ന് പറന്നകന്നു. അവിടെ മോട്ട പപ്പായ നീലുത്തത്തയുടെ കണ്ണിൽപ്പെട്ടു. നീലുത്തത്ത എല്ലാ ദിവസവും ചെന്ന് മോട്ട പപ്പായയെ ശല്യം ചെയ്യാൻ തുടങ്ങി. ചില ദിവസം അവന്റെ ഇലകൾ കൊത്തി തിന്നും, ചിലപ്പോ പപ്പായ തിന്നും. മോട്ട പപ്പായയ്ക്ക് വളരെ വേദനിക്കുമായിരുന്നു. ഞാൻ ഇനി എന്തു ചെയ്യും? എന്റെ കൂടെ ആരും ഇല്ലല്ലോ. എന്നെ ആരെങ്കിലും രക്ഷിക്ക്. ഇവൻ എവിടുന്ന് ആരെങ്കിലും ഓടിക്ക്. ഒരു ദിവസം കുഞ്ഞി പക്ഷി അതിലൂടെ വരികയായിരുന്നു. മോട്ട പപ്പായ അവളോട് പറഞ്ഞു, അതേ കുഞ്ഞിക്കിളി, ഒന്ന് നിൽക്കുവോ? എന്തു പറ്റി മോട്ട പപ്പായ? എനിക്കല്പം ധൃതിയുണ്ട്. അതെ, ഞാൻ പറയുന്നതൊന്ന് കേക്കൂ. കുഞ്ഞിക്കിളി വീട് നിർമ്മിച്ചോ? ഇല്ല, ആയിട്ടില്ല. എനിക്ക് വീട് പണിയാനൊന്നും കിട്ടിയില്ല. തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുക. കുഞ്ഞിക്കിളി ഈ കൂട്ടിൽ താമസിച്ചോളൂ. നീ എന്നെ സഹായിച്ചു, അതുകൊണ്ട് നിന്നെ ഞാനും സഹായിക്കാമെന്ന് കരുതി. ആ ശരി. പക്ഷേ ആ നീലുത്തത്ത ഇപ്പോഴും ശല്യം ചെയ്യുന്നുണ്ടോ? ആ, അവൻ ദിവസവും വന്നെന്നെ ശല്യം ചെയ്യുകയാ. എന്റെ പപ്പായെല്ലാം താഴെ വീഴ്ത്തും, ചിലപ്പോ എന്നെ വലിച്ചിടും. എനിക്ക് വല്ലാത്ത വേദനയാ. എന്നെ സഹായിക്കാനായി എന്റെ കൂടെ ഒരു സുഹൃത്തുക്കളും ഇല്ല. നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരിയല്ലേ. ഞാൻ നിങ്ങളെ നീലുത്തത്തയിൽ നിന്ന് രക്ഷിക്കും. ഞാൻ ഇന്നു മുതൽ ഇവിടെ താമസിക്കാം. നീ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. നീ ഒരു നല്ല പക്ഷിയാണ്. ഇന്നുവരെ എല്ലാ പക്ഷികളും എന്റെ പപ്പായ ഒന്ന് കഴിക്കുമായിരുന്നു. പക്ഷേ ആർക്കും എന്റെ വേദന മനസ്സിലായില്ല. എനിക്ക് സുഹൃത്തുക്കളില്ലായിരുന്നു. പക്ഷേ നീ എന്നെ മനസ്സിലാക്കി. താങ്ക് യു. അതിനുശേഷം കുഞ്ഞിത്തത്ത മോട്ട പപ്പായയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞ് നീലുത്തത്ത വീണ്ടും അവനെ ഉപദ്രവിക്കാൻ വന്നു. കുഞ്ഞിപ്പക്ഷി തന്റെ ചങ്ങാതിമാരെയെല്ലാം കൂട്ടി നീലുത്തത്തയെ കൊത്തിയോടിച്ചു. മരമേ, നീ വിജയിച്ചു എന്ന് വിചാരിക്കണ്ട. ഈ കൊഴുത്ത പപ്പായ നീ സൂക്ഷിച്ചു വെച്ചോ. ഒരു ദിവസം നീ തനിച്ചാവുമല്ലോ. അന്നിതെല്ലാം ഞാൻ കൊത്തി തിന്നിരിക്കും. ഇങ്ങനെ പറഞ്ഞ് നീലുത്തത്ത അവിടുന്ന് പറന്നകന്നു. പിന്നെ കുഞ്ഞിപ്പക്ഷി ആലോചിക്കാൻ തുടങ്ങി. നീലുത്തത്ത പറഞ്ഞത് സത്യമാണ്. ഞാൻ എപ്പോഴും എന്റെ സുഹൃത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ ഒരിക്കലും ഇവനെ ഒറ്റയ്ക്കാക്കില്ല. ആരാണ് ഇവനെ ഉപദ്രവിക്കുന്നത് അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നീലുത്തത്ത മൊട്ടപ്പപ്പായയെ ഉപദ്രവിക്കാൻ വരുമ്പോഴൊക്കെ കുഞ്ഞിപ്പക്ഷിയും കൂട്ടുകാരും ചേർന്ന് അവനെ കൊത്തിയോടിക്കാൻ തുടങ്ങി. മൊട്ടപ്പപ്പായയ്ക്ക് വളരെ സന്തോഷമായി. കുഞ്ഞിപ്പക്ഷിക്ക് നല്ല ഒരു വീടും നല്ല ഒരു ചങ്ങാതിയെയും കിട്ടി.